Hi friends, welcome back to our channel Hexcent Private Limited. So Django ഫ്രെയിംവർക്കിലുള്ള ഒരു പ്രോജക്ട് സീരീസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തു വന്നിരുന്നത്. നമ്മൾ ആ പ്രോജക്റ്റിന്റെ ഒരു ഇവന്റ് മാനേജ്മെന്റ് സിസ്റ്റം പ്രോജക്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ എങ്ങനെ ഒരു ഡേറ്റാബേസിലുള്ള ഡേറ്റേനെ എങ്ങനെ പുള്ളി ചെയ്ത് അവിടുന്ന് റീഡ് ചെയ്ത് നമ്മുടെ യൂസർ ഇന്റർഫേസിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം എന്നുള്ള പോർഷൻ വരെയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത്ര വരെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തില് നമ്മൾ അഡ്മിൻ സൈഡ് വഴി ആഡ് ചെയ്ത് കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാബേസിലുള്ള ഡേറ്റേനെ നമ്മൾ റീഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഫങ്ഷൻസ് വരെ കാര്യങ്ങള് കോഡും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മൾ ബാക്കി സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ഈവെന്റ്സ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ യൂസറിന് ഈവെന്റ്സിനെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്കൊരു ബുക്കിംഗ് ഡേറ്റിലേക്ക് ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്ക് ആ ഈവെന്റ്സിനെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഈ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ഡാറ്റാബേസിൽ സ്റ്റോർ ആവണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മോഡലാണ്, ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു മോഡല്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ മുൻപ് മോഡൽ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ബുക്കിങ്ങിനായിട്ടുള്ള ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് ബുക്കിംഗ് models dot model. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്തായാലും കസ്റ്റമറുടെ നെയിം വേണം. അപ്പം ഞാനത് COS നെയിം എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്കിനിയും ഫോൺ നമ്പർ എടുക്കാം, PH. അതിനുശേഷം നമുക്ക് ഏത് ഈവന്റ് ആണെന്നുള്ളത് നമുക്ക് നമ്മളുടെ ഈവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലില് ഈവന്റ്സിന്റെ നെയിം ഉണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്നും ഏത് നെയിം ആണ് വേണ്ടത് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഈവന്റ് ആണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് നമ്മുടെ മറ്റേ മോഡലിൽ നിന്നും, അതായത് ഈവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൽ നിന്നും നമുക്ക് എടുക്കാം. അതിനായിട്ട് നമുക്ക് തൽക്കാലം നെയിം എന്ന് തന്നെ കൊടുത്തിടാം. അതിനുശേഷം അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബുക്കിംഗ് ഡേറ്റ് ആണ്. അതായത് ബുക്കിംഗ് ഡേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ദിവസത്തേക്കാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനൊരു ബുക്ക്ഡ് ഓൺ കൂടി കൊടുക്കുന്നു, അതായത് ഏത് ദിവസമാണ് ബുക്ക് ചെയ്തതെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കസ്റ്റമർ നെയിം, കസ്റ്റമർ ഫോൺ നമ്പർ. ഈ നെയിം എന്നുള്ളത് നമ്മുടെ ഈവന്റിന്റെ നെയിമാണ്. അതായത് അത് ഓൾറെഡി നമ്മൾ ഈവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് റീഡ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ബുക്കിംഗ് ഡേറ്റ്, ഏത് ദിവസത്തേക്കാണ് ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ ബുക്ക്ഡ് ഓൺ, ഏത് ദിവസമാണ് ബുക്ക് ചെയ്തതെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മോഡലിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ആദ്യത്തേത് നമുക്ക് ചാർ ഫീൽഡ് ആയിട്ട് കൊടുക്കാം. മോഡൽസ് ഡോട്ട് ചാർ ഫീൽഡ്, മാക്സ് ലെങ്ത് ഒരു 55 കൊടുക്കുന്നു. മോഡൽസ് ഡോട്ട് ഫോൺ നമ്പർ ഞാൻ ചാർ ഫീൽഡ് ആയിട്ട് തന്നെ കൊടുക്കാം. മാക്സ് ലെങ്ത് 12 കൊടുക്കുന്നു. നെയിം, ഈ നെയിം എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഈവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലുള്ള നെയിം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. അതായത് ഏത് ടൈപ്പ് ഓഫ് ഈവന്റ് ആണ് വേണ്ടതെന്നുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. സോ നമുക്കതിനെ ഫോറിൻ കീ വെച്ചിട്ട് നമുക്കതിനെ അവിടെ നിന്നും പുള്ളി ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് നമുക്കറിയാം ഫോറിൻ കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മോഡൽസിനെ നമ്മൾ ഫോറിൻ കീ യൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ നേരത്തെ മൈഗ്രേഷൻസ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിരുന്നു, നമ്മളിത് മൈഗ്രേഷൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഓട്ടോ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ID ക്രിയേറ്റ് ആവുന്നുണ്ട്. അതായത് അതിന്റെ പ്രൈമറി കീ എന്ന് പറയുന്നത് ആ ID ആണ്, നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ല, ജാങ്കോ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ID ആണ്. അപ്പോ ആ ID ആണ് നമ്മൾ ഇവിടെ, അതായത് ഫോറിൻ കീ വെച്ചിട്ട് രണ്ട് ടേബിൾസിനെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് മോഡൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു IDയുടെ ആവശ്യമുണ്ട്. അപ്പൊ ജാങ്കോ ക്രിയേറ്റ് ചെയ്യുന്ന ആ ID ആണ് പ്രൈമറി കീ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഇതിനെ ഒരു ഫോറിൻ കീ ആക്കി സെറ്റ് ചെയ്യാം. ഫോറിൻ കീ ആക്കിയിട്ടുണ്ട്. ഫോറിൻ കീ എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏത് ഈവന്റിൽ നിന്നാണോ നമ്മൾ എടുക്കുന്നത് ആ ഈവന്റിന്റെ പേര് കൊടുക്കാം. ഈവന്റ് എന്നാണ് പേര്, ഈവന്റ് കോമ. ഇനി നമ്മൾ ഒരു അട്രിബ്യൂട്ട്
ആർഗ്യുമെന്റ് കൊടുക്കുന്നത് ഓൺ ഡിലീറ്റ് ആണ്. ഓൺ ഡിലീറ്റ് ഈസ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് കാസ്കേഡ്. ഞാൻ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്തേക്കുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് മോഡൽസ് ഡോട്ട് കാസ്കേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ നെയിമിലുള്ള അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഏതെങ്കിലും ഒരു ഈവന്റ് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈവന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ബുക്കിംഗ്സ് ഉണ്ടാവാം, ഇനി വരുന്ന ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഈവന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റാബേസിലുള്ള അല്ലെങ്കിൽ ആ മോഡലിലുള്ള കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം. അതാണ്, അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ആവണം എന്നുള്ളതാണ് ഓൺ ഡിലീറ്റ് ഈസ് ഈക്വൽ ടു മോഡൽസ് ഡോട്ട് കാസ്കേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ SQL യൂസ് ചെയ്യുന്ന അതേ കാസ്കേഡിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെയും. ഫോർഗിയും കാസ്കേഡും ഒക്കെ നമ്മൾ SQL പഠിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് അടുത്തതായിട്ട് ബുക്കിംഗ് ഡേറ്റ് നോക്കാം. ബുക്കിംഗ് ഡേറ്റ് നമ്മൾ ഡേറ്റ് ഫീൽഡ് ആയിട്ട് കൊടുക്കുന്നു. മോഡൽസ് ഡോട്ട് ഡേറ്റ് ഫീൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഒരു ഡേറ്റ് പിക്കർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ് ഫീൽഡ് ആയിട്ട് കൊടുത്തേക്കുന്നത്. അടുത്തതും ഒരു ബുക്കിംഗ് ഫീൽഡ് ആണ്. സോ നമ്മൾ മോഡൽസ് ഡോട്ട് ഡേറ്റ് ഫീൽഡ് തന്നെ കൊടുക്കുന്നു. പക്ഷെ ഇതിൽ നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് ഓട്ടോ നൗ എന്നും കൂടി കൊടുക്കുന്നു. ഓട്ടോ നൗ ഈസ് ഈക്വൽ ടു ട്രൂ. അതായത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഡേറ്റിനെ, നമ്മൾ ഏത് ദിവസമാണോ ബുക്ക് ചെയ്യുന്നത് എന്നുള്ളത്, അപ്പൊ ഇന്നാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഇന്നത്തെ ഡേറ്റിനെ ഓട്ടോ ക്രിയേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ജാവ തന്നെ എടുത്തോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോ നൗ ഈസ് ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മോഡലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇത്രയും കാര്യങ്ങളാണ് ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മോഡലിൽ നമ്മൾ കൊടുത്തേക്കുന്നത്. കസ്റ്റമറുടെ നെയിം, ഫോൺ നമ്പർ, അതേപോലെ നമ്മുടെ ഏത് ടൈപ്പ് ഇവന്റ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഈവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൽ നിന്നും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബുക്കിംഗ് ഡേറ്റ്, ഏത് ദിവസത്തേക്കാണെന്നുള്ളത്, പിന്നെ ബുക്ക് ഡോൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡലിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി സ്റ്റെപ്സ് നോക്കാം. അതായത് നമ്മൾ ഇനി ചെയ്യേണ്ടത് മോഡലിനെ നമ്മൾ അഡ്മിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ admin ഡോട്ട് py വന്നിട്ട് ഈ മോഡലിനെ കൂടി ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോ എന്റെ മോഡലിന്റെ പേരെന്ന് പറയുന്നത് ബുക്കിംഗ് എന്നാണ്. ഈവന്റ്സ് കോമ ബുക്കിംഗ് എന്ന് കൊടുക്കുന്നു. ഇനി ഇതുപോലെ നമുക്ക് ഇവിടെ ഇനി ചെയ്യാനുള്ളത് മൈഗ്രേഷൻസ് ആൻഡ് മൈഗ്രേറ്റ് ആണ്. അപ്പൊ ഞാനിവിടെ മൈഗ്രേഷൻസ് ആദ്യം ചെയ്യുന്നു. മേക്ക് മൈഗ്രേഷൻസ്. മോഡൽ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് നമ്മളിവിടെ മൈഗ്രേറ്റും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ ഡാറ്റാബേസിൽ നമുക്ക് ഇത്തരത്തിലൊരു മോഡൽ കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. അഡ്മിൻ പേജിലോട്ട് കയറിയാൽ അഡ്മിൻ ഇന്റർഫേസിൽ നമുക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ അഡ്മിൻ സൈഡിൽ നിന്നും ഇങ്ങനെ നമുക്ക് ഇതിനെ ബുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നെയിം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഈവന്റ്സ് 5 ഈവന്റ്സ് ആണ്, ഈവന്റ് ഒബ്ജക്ട്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഈവന്റ്സ് എന്ന് പറഞ്ഞ മോഡലുള്ള ഒബ്ജക്ട്സുകൾ നമുക്ക് ഫോറിൻ കീ ഉപയോഗിച്ച് ചെയ്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഈവന്റ് ഒബ്ജക്ട് എന്നുള്ളത് മാറിയിട്ട് നമുക്ക് അതിന്റെ ആ ഒരു നെയിം കാണിക്കാൻ വേണ്ടി, നമ്മൾ പ്രത്യേകിച്ച് നെയിം ഒന്നും കൊടുത്തിട്ടില്ല എങ്കിലും നമ്മൾ അവിടെ എന്തെങ്കിലും നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ കൊടുക്കാം. ഡിഫ് സ്ട്രിംഗ് ഫംഗ്ഷൻ ആണ്. str സെൽഫ് റിട്ടേൺ സെൽഫ് ഡോട്ട് നെയിം.
ഇങ്ങനെ കൊടുത്താൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മൾ ഈവൻ 1 2 3 എന്നാണ് നമ്മൾ നെയിം കൊടുത്തിരുന്നത്. നമുക്ക് എന്താണോ നമ്മൾ അവിടെ നെയിം കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡൽസിൽ വന്നിട്ട് നമ്മൾ അതിനെ സ്ട്രിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ച് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ആ നെയിമിന് നമുക്കതിനെ കറക്റ്റ് ആയിട്ട് അവിടെ കിട്ടും. അപ്പൊ ഇനി ഈ ഒരു മോഡലാണ് നമുക്ക് യൂസർ ഇന്റർഫേസിന് ഈ ഒരു സെയിം ഫോം തന്നെ കിട്ടിയില്ല. അതായത് ഈ മോഡലിന്റെ ഇത്തരത്തിലൊരു ഫോം തന്നെ നമുക്ക് യൂസർ ഇന്റർഫേസിലും ആവശ്യമുണ്ട്. അതായത് യൂസറിന് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട്, അതേപോലെ തന്നെ അത് ബുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് എഴുതേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. സംശയങ്ങളും മറ്റും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കുക. വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതേപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.